എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് പുനഃപ്രസിദ്ധീകരിച്ചു. അതായത് സെക്കൻഡ് അലോട്ട്മെൻറ്റ് നേരത്തെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഈ ഒരു സർക്കാർ ഉത്തരവ് പ്രകാരം 3 കോളേജുകളിലെ സീറ്റിൽ കുറവ് വന്നിട്ടുണ്ട്. അത് പ്രകാരമാണ് രണ്ടാമത്തെ അലോട്ട്മെൻറ്റ് വീണ്ടും പ്രസിദ്ധീകരിക്കേണ്ടതായിട്ട് വന്നിട്ടുള്ളത് എന്നുള്ളത് പ്രത്യേകം വെബ്സൈറ്റിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അതുകൊണ്ടാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് വീണ്ടും പുനഃപ്രസിദ്ധീകരിക്കേണ്ടി വന്നിട്ടുള്ളത്. അപേക്ഷകർ ലോഗിൻ ചെയ്ത് അലോട്ട്മെൻറ്റ് പരിശോധിക്കേണ്ടതാണ്. അലോട്ട്മെൻറ്റ് കിട്ടിയാൽ മൂന്നാമത്തെ അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ 10/9/2024 വൈകുന്നേരം 5 മണിക്കകം ഓൺലൈനായിട്ട് ഫീസ് അടക്കേണ്ടതാണ്. അതായത് ഫീസ് അടക്കാത്തവരാണ് അടക്കേണ്ടത്. ഫീസ് മുൻപ് അടച്ചവർ വീണ്ടും അധിക ഫീസ് നൽകണം എന്നുണ്ടെങ്കിൽ മാത്രം അത് അടച്ചാൽ മതിയാകും. മൂന്നാമത്തെ അലോട്ട്മെൻറ്റിലേക്ക് പുതുതായിട്ട് 5 കോളേജുകൾ ഓപ്ഷൻസിൽ ചേർക്കാവുന്നതാണ്. ഒന്നാമത്തേത് അൽമാസ് കോളേജ് ഓഫ് നഴ്സിംഗ് മലപ്പുറം, അതുപോലെ അസിസി കോളേജ് ഓഫ് നഴ്സിംഗ് കോട്ടയം, അതുപോലെ കോളേജ് ഓഫ് നഴ്സിംഗ് ഗുരു എഡ്യൂക്കേഷൻ ട്രസ്റ്റ് കോട്ടയം, അതുപോലെ തന്നെ രുക്മിണി കോളേജ് ഓഫ് നഴ്സിംഗ് തിരുവനന്തപുരം, കോപ്പറേറ്റീവ് കോളേജ് ഓഫ് നഴ്സിംഗ് തിരുവനന്തപുരം. അപ്പോൾ മുകളിൽ കാണിച്ചിരിക്കുന്ന കോളേജുകൾ പുതുതായിട്ട് ഓപ്ഷൻസിൽ ഉൾപ്പെടുത്തിയാൽ മാത്രമേ അവ മൂന്നാമത്തെ അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുള്ളൂ. നേരത്തെ നൽകിയിട്ടുള്ളത് പരിഗണിക്കുന്നതല്ല. അതുപോലെ തന്നെ പുതിയ ഓപ്ഷനുകൾ നൽകുവാനും നിലവിലുള്ള ഓപ്ഷനുകൾ പുനഃക്രമീകരിക്കാനുമുള്ള സൗകര്യം അവസാന തീയതി 10-ാം തീയതി വൈകുന്നേരം 5 മണി, അതായത് നാളെ വൈകുന്നേരം 5 മണി വരെയാണ്. പുനഃപ്രസിദ്ധീകരണത്തിൽ അലോട്ട്മെൻറ്റ് നഷ്ടപ്പെട്ടവർക്ക് അവരുടെ അപേക്ഷ പ്രകാരം റീഫണ്ട് ചെയ്യുകയോ അടുത്ത അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കുകയോ ചെയ്യുന്നതാണ്. മൂന്നാമത്തെ അലോട്ട്മെൻറ്റിന് ശേഷം മാത്രമാണ് വിദ്യാർത്ഥികൾ കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതായിട്ടുള്ളൂ എന്നുള്ളതാണ്. തേർഡ് അലോട്ട്മെൻറ്റ് 11-ാം തീയതി പ്രസിദ്ധീകരിക്കും എന്നാണ് നിലവിൽ വെബ്സൈറ്റിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് പരിശോധിച്ച് നോക്കേണ്ടതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ നോട്ടിഫിക്കേഷൻസ് ഓഫ് ക്യാൻസലേഷൻ, അതുപോലെ തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൻ്റെ പ്രസ് റിലീസ്, അതുപോലെ തന്നെ ഗവൺമെൻറ് ഓർഡർ എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസുകൾ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കറക്റ്റായിട്ട് ഡൗൺലോഡ് ചെയ്ത് വേണമെങ്കിൽ വായിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ സംസ്ഥാനതല പ്രസിദ്ധീകരണത്തിനായിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് അലോട്ട്മെൻറ്റ് സർക്കാർ ഉത്തരവ് മുഖേനയുള്ള സീറ്റ് പ്രകാരം പുനഃപ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അലോട്ട്മെൻറ്റ് ലഭിച്ചവർ മൂന്നാമത്തെ അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ ഫീസ് അടക്കേണ്ടതാണ്. മുൻപ് ഫീസ് അടച്ചിട്ടുള്ളവർക്ക് അധിക ഫീസ് നൽകേണ്ടതില്ലെങ്കിൽ വീണ്ടും അടക്കേണ്ടതില്ല. പുതിയ കോളേജുകൾ ഓപ്ഷനോടൊപ്പം ചേർക്കേണ്ടതിനും അതുപോലെ നിലവിലുള്ള ഓപ്ഷനുകൾ പുനഃക്രമീകരിക്കുന്നതിനുമുള്ള അവസാന തീയതി അതായത് സെപ്റ്റംബർ 10-ാം തീയതി വൈകുന്നേരം 5 മണി വരെയാണ്. മൂന്നാമത്തെ അലോട്ട്മെൻറ്റിനായിട്ട് മുൻപ് നൽകിയ ഓപ്ഷനുകൾ പരിഗണിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ പുതുതായിട്ട് വന്നിട്ടുള്ള 5 കോളേജ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഗവൺമെൻറ് ഓർഡർ നമുക്ക് നോക്കാം. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഗവൺമെൻറ് ഓർഡർ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ എന്തുകൊണ്ടാണ് ഈ ഒരു കോഴ്സ് അതായത് സീറ്റ് വർധന കാരണമുള്ള ആ ഒരു അലോട്ട്മെൻറ്റ് റദ്ദ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് സൂചിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻസ് ഓഫ് ക്യാൻസലേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു സർക്കുലർ കൂടി കാണാം. അതായത് സെക്കൻഡ് അലോട്ട്മെൻറ്റിലെ സീറ്റിൻ്റെ വ്യത്യാസം കാരണം വിദ്യാർത്ഥികളുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് റദ്ദ് ചെയ്യുകയും അത് സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രകാരം നിങ്ങൾക്ക് വന്നിട്ടുള്ള മാറ്റങ്ങളൊക്കെ റദ്ദ് ചെയ്യുകയും അതിനുശേഷം സെക്കൻഡ് അലോട്ട്മെൻറ്റ് വീണ്ടും പുനഃപ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. തേർഡ് അലോട്ട്മെൻറ്റിനായിട്ട് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഓപ്ഷൻ പുതുതായിട്ട് വന്നുള്ള കോളേജിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നാളെ വൈകുന്നേരം 5 മണിക്കുള്ളിൽ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.